ഹലോ, ഇന്ന് നമ്മൾ പൊറോട്ട കൊണ്ടുള്ളൊരു ഐറ്റമാണ്. അതിനായി ഓയിൽ ഒഴിച്ചിട്ട് ഒരു പൊറോട്ട അതിലേക്ക് മൊരിച്ചെടുക്കാം. പൊറോട്ട ഞാനിവിടെ ഹാഫ് കുക്കായിട്ടുള്ള പൊറോട്ട എടുത്ത് പാക്കറ്റ് പൊറോട്ട ഉള്ളതിൻ്റെ നമുക്ക് ബാക്കി വന്ന നോർമൽ നമ്മൾ ഉണ്ടാക്കിയ പൊറോട്ട ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പൊറോട്ട നല്ല രീതിയിൽ മൊരിച്ചെടുക്കുക. അങ്ങനെ ഇതാ എൻ്റെ പൊറോട്ട ഇവിടെ നല്ലോണം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു ബോൺലെസ് പീസ് ചിക്കൻ എടുക്കുക. ഞാൻ ഒരു പൊറോട്ട ആയതുകൊണ്ട് കൂടുതൽ ചിക്കൻ എടുത്തിട്ടില്ല, കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഉപ്പും കുരുമുളകും ഇട്ട് നല്ലോണം കുഴച്ച് വെക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ ഈ ചിക്കൻ ഞാൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പൊറോട്ട അടിച്ചെടുത്തതും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ചിക്കന് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഗാർലിക്കിൻ്റെ ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഗാർലിക്കിൻ്റെ ബട്ടറാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. കോൺഫ്ലോർ നല്ലോണം ഇതിൽ മെൽറ്റായി വരുമ്പോൾ ഞാൻ 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഫ്രഷ് ക്രീം ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ടിയാവും. അപ്പോൾ നമ്മൾ നോക്കുക, ഇനി കട്ടിയായി പോയാൽ നമുക്ക് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒഴിച്ച് കൊടുത്താൽ മതി. പാലൊഴിക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി പാലില്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചിക്കൻ, നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ എടുത്തിട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക്, എന്നിട്ട് ഈ പൊരിച്ച് വെച്ച പൊറോട്ടയും കൂടെ നമ്മൾ ഇതിലേക്ക് നല്ലോണം മിക്സാക്കി കൊടുക്കുക. പൊറോട്ട നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം. ഞാനും കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊരുത്തുന്ന എളുപ്പത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ചീസൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ വേണേൽ കൂടുതൽ ഇട്ട് കൊടുക്കാം, കുറച്ച് വേണേൽ കുറച്ചാക്കി കൊടുക്കാം. ചീസൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഇവിടെ കുറച്ച് കട്ടിയായപ്പോൾ ഞാൻ കുറച്ചുകൂടെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക, മിക്സാക്കിയിട്ട്. എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റാണ്. ഒരു പാസ്ത സ്റ്റൈലാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ.